നമസ്കാരം. റബിൾസിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു ബൂസ്റ്റ് കിട്ടിയ മാർക്കറ്റാണ് യൂസ്ഡ് കാർ മാർക്കറ്റ്സ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വണ്ടി എടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം അതായത് എന്തൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി നമുക്ക് ജസ്റ്റ് നമ്മൾ ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ ബേസിക്കായിട്ട് എന്തൊക്കെ നോക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിപ്പം ഏകദേശം ഒരു 12 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ്. ഇതൊരു 2019 മോഡലാണ്. ഏകദേശം ഒരു 3 കൊല്ലം പഴക്കമുള്ള, അതായത് 2.5-3 കൊല്ലം പഴക്കമുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ നടത്താം. ആൻഡ് നമ്മൾ ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ വീഡിയോയിൽ കൂടി വ്യക്തമായിട്ട് നമുക്ക് പറയുകയും ചെയ്യാം. അപ്പം എല്ലാവരും ഒരു വണ്ടി എടുക്കാതെ ആദ്യം തുറന്നു നോക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബോണറ്റ്. അപ്പോൾ നമ്മൾ ഈ ബോണറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്, ബോണറ്റ് തുറന്നു കഴിയുമ്പോൾ തന്നെ ഈ പേസ്റ്റിംഗ് ആണ്. ആ പേസ്റ്റിംഗ് പെർഫെക്റ്റ് അല്ലെങ്കിൽ, അതായത് നോർമലി നമുക്ക് ഒരു ബോണറ്റൊക്കെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേസ്റ്റിംഗ് ഇത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇത് റീപ്ലേസ് ഒന്നും ചെയ്യാത്തതിനെ കൊണ്ട് റബ്ബറൊക്കെ ഇപ്പോഴും ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇപ്പോഴും ഉണ്ട്. നോർമലി ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ പണി ചെയ്യുകയാണെങ്കിൽ ഈ പാർട്ട് റീപ്ലേസ് ആണെങ്കിൽ പേസ്റ്റിംഗ് ചെയ്യിക്കില്ല. ഇനിയിപ്പം ചെയ്യിച്ചാൽ തന്നെ നമ്മളുടെ ഒരു ഒറിജിനലിൻ്റെ ആ ഒരു ക്വാളിറ്റി, ഒരു ഫിനിഷിങ്ങോ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഈ ആപ്രോൺ രണ്ട് സൈഡിൽ, അതായത് നമ്മൾ കുറ്റി എന്ന് പറയും, അതായത് കുറ്റി പോയ വണ്ടി എന്നൊക്കെ പലപ്പോഴും പലരും വിശേഷിപ്പിക്കാറുണ്ട്. അതൊരു ആക്സിഡന്റ് പറ്റി, നല്ല ഇമ്പാക്റ്റുള്ള ആക്സിഡന്റ് ആണെങ്കിൽ, ഇവിടെ വരെയൊക്കെ ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ ഇത് റീബിൽഡ് ചെയ്തെടുക്കുക ചെയ്യുക. അപ്പം പിന്നെ നമ്മൾ പേസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു ചിലപ്പോൾ പേസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ക്രാക്ക് വെക്കാം, അല്ലെങ്കിൽ ഫിനിഷിങ് കിട്ടില്ല, അല്ലെങ്കിൽ അതായത് ബാക്കിയുള്ള പേസ്റ്റിംഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ഇമ്പാക്റ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ ഈ ഒരു ക്രോസ് ബാർ, ഇവിടെയുള്ള ഈ ഒരു ബാർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ചെറിയ ചെറിയ പഞ്ചിങ് കാണാം, 1, 2, അതുപോലെ തന്നെ ഇതാ ഇവിടെ 3, 4 ചെറിയ ചെറിയ പഞ്ചിങ് കാണാം. ഈ പഞ്ചിങ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് മാരുതി തന്നെ, അതായത് ഈ ഒരു വണ്ടി മാരുതി റിറ്റ്സ് ആണ്. ഇത് മാരുതി തന്നെ ഒറിജിനൽ ആണ് എന്ന്, ഈ ഒരു സാധനം റീപ്ലേസ് അല്ല, ഒറിജിനൽ ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പഞ്ചിങ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഈ കൂളൻ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ കൂളൻ്റ് കുറച്ച് ക്ലിയർ ആയിരിക്കണം. അതായത് ദീർഘകാലം കൂളൻ്റ് മാറാതിരിക്കുകയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഈ സൈഡിൽ കൂടി ചളി പിടിച്ചൊരു ലൈറ്റ് ബ്രൗൺ കളറും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പം കൂളൻ്റ് റെഡി അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓവർ ഹീറ്റും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ നമ്മൾ ഒരു 10 കൊല്ലം പഴക്കമുള്ള വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടികൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ റബ്ബർ പാർട്സിൽ, അതായത് ഇത് റേഡിയേറ്റർ ഹോസ് ആണ്. ഈ റേഡിയേറ്റർ ഹോസിന് ചുറ്റും ഒരു ചെറിയ ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് കാലം വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പൈപ്പൊക്കെ റീപ്ലേസ് ചെയ്യണം, ഈ റബ്ബർ പൈപ്പ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. 12 കൊല്ലം ഈ വണ്ടി. അപ്പോൾ നിങ്ങൾ അത്രയും കൊല്ലം പഴക്കമുള്ള വണ്ടിക്ക് എടുക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ, അതായത് നമ്മളുടെ റേഡിയേറ്റർ ഹോസ്, അതുപോലെ തന്നെ ഇവിടെ വാട്ടർ പമ്പിൻ്റെ ഹോസ് ഉണ്ട്. വാട്ടർ പമ്പൊക്കെ നമുക്ക് കറക്റ്റ് കൂളൻ്റും കാര്യങ്ങളും വെള്ളം അല്ല വരുന്നതെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആവുകയും പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എന്താ പറയുക, എഞ്ചിൻ മൗണ്ടിങ്, 2 എഞ്ചിൻ മൗണ്ടിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ വണ്ടിക്ക് ഒരു എന്താ പറയുക, ഒരു നമ്മൾ വണ്ടി എടുക്കുന്നതിന് ഒരു ജമ്പിങ്ങോ അല്ലെങ്കിൽ മൊത്തത്തിലൊരു വിറയിലോ കുലുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2 നമ്മളുടെ ഈ ജോയിന്റ് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ വണ്ടിയുടെ മറ്റൊരു മെയിൻ ഭാഗമാണ് ബാറ്ററി. നമുക്ക് മാക്സിമം ഒരു 5 years 6 year ഒക്കെ ആയിട്ട്, നമ്മൾ ഫ്രീക്വൻ്റ്ലി എടുക്കുന്ന വണ്ടിയാണ്, ദിവസം എടുക്കുന്ന വണ്ടിയാണ്, ചിലപ്പം കുറച്ച് കൂടുതൽ കിട്ടി വരും. എന്നിരുന്നാലും നമ്മൾ നോർമലി ഒരു 5 years ഒക്കെയാണ് ബാറ്ററി കിട്ടാറുള്ളത്. അപ്പോൾ നിങ്ങൾ ബാറ്ററിയുടെ ഈ ഒരു ഇയറും നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പം 17, അതായത് 6ാം മാസം 2017. ഇപ്പോൾ ബാറ്ററി ഒരു പ്രാവശ്യമൊക്കെ എന്താ പറയുക റീചാർജ് ചെയ്തതാണ്. ഒരു പ്രാവശ്യം ബാറ്ററിയിലെ വോൾട്ടേജ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മളൊരു വണ്ടി കണ്ട് നമുക്ക് RC ബുക്ക് ഇല്ലാതെ തന്നെ അതിൻ്റെ ഇയർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ക്വാർട്ടർ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ മുകളിലോ ഈ മാർക്കിങ് നമ്മൾ സഹായിക്കും. ഇവിടെ നിങ്ങൾക്ക് 10 എന്ന് കാണാൻ പറ്റും. ഈ 10 റെപ്രസെൻറ്റ് ചെയ്തത് 2010 ആണ്. അതായത് ഇപ്പം 10, 11, 12, 13 അങ്ങനെ പലതും ആവാം. പഴയ വണ്ടികളൊക്കെ അങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ പുതിയ വണ്ടികൾക്ക് ഒരു ആൽഫബറ്റാണ്. ഇത് BJ എന്നാണ് ഇവിടെ ഉള്ളത്. BJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 മോഡലാണ്. അപ്പോൾ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ABCD, അതായത് K ആയിരിക്കും 2020 വണ്ടികളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ക്വാർട്ടർ ഗ്ലാസ് 4 ഗ്ലാസും സെയിം ആയിരിക്കണം. അതായത് 4 വിൻഡോയുടെ ഗ്ലാസ് സെയിം ആയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 00135 എന്നാണുള്ളത്. ഇതേ നമ്പർ തന്നെയായിരിക്കും നമ്മളുടെ ഈ ഗ്ലാസ്സിനും, അതുപോലെ തന്നെ ബാക്കി 2 ഗ്ലാസ്സിനും സെയിം നമ്പറാണ് ഉണ്ടാവുക.
അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പേസ്റ്റിങ്. അതായത് നിങ്ങൾക്ക് ഈ പേസ്റ്റിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പേസ്റ്റിംഗ് ആണ്. മറ്റു കാര്യങ്ങൾ അതായത് നമ്മളുടെ വണ്ടിയുടെ പേസ്റ്റിംഗ് എപ്പോഴാണ് റീപ്ലേസ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും ഒരു പാർട്സ്, അതായത് ചിലപ്പോൾ ബോണറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഡോർ ആയിരിക്കാം. ഈ ഡോറും ബോണറ്റൊക്കെ റീപ്ലേസ് ചെയ്യുമ്പം നോർമലി നമ്മൾ ഈ പേസ്റ്റിംഗ് ഇടാറില്ല. ഇപ്പം നമ്മളുടെ ഈ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പേസ്റ്റിംഗ് ഇട്ട് കൊടുക്കാറുണ്ടെങ്കിലും ഈ ഒരു പെർഫെക്ഷനിൽ നമുക്ക് പേസ്റ്റിംഗ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് 4 ഡോറും ഈ ബോണറ്റും എല്ലാ കാര്യങ്ങളും ഈ പേസ്റ്റിംഗ് നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അതായത് ഫുൾ പരിശോധിക്കണം. നമ്മൾ ഒന്ന് കൈകൊണ്ട് അമർത്തുമ്പോൾ ചെറിയൊരു റബ്ബർ ഞെങ്ങുന്ന മാതിരി ചെറിയൊരു എന്താ പറയുക ഒരു റബ്ബർ എഫക്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ 4 ഡോറും ബോണറ്റും എല്ലാം ശ്രദ്ധിക്കുക. പേസ്റ്റിംഗ് ഇല്ലെങ്കിൽ ആ വണ്ടിയുടെ ആ പാർട്ട് റീപ്ലേസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഇയർ ഓഫ് മാനുഫാക്ചർ ഓഫ് ടയർ. അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടയറിൻ്റെ മുകളിലും അവർ ഒരു ചെറിയ റെപ്രസെൻറ്റേഷൻ വെക്കും. ഇതിപ്പം അപ്പോളോ അല്ല, UX റോയൽ, അതായത് ജേക്ക ടയറിൻ്റെ UX റോയൽ എന്ന് പറഞ്ഞൊരു ടയറാണ്. ആ ടയറിന് കറക്റ്റ് ഇയർ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് 2019 എന്ന്. അപ്പം പലപ്പോഴും ഇവിടെ ഒരു സാഹചര്യം ഉണ്ട്. അതായത് ഇപ്പം 2019 മോഡൽ വണ്ടിയായിരിക്കും, പക്ഷേ നമ്മളുടെ ഈ കച്ചവടക്കാരുടെ കയ്യിലെത്തുമ്പം അത് അവർ പുതിയ ടയറായിരിക്കുമല്ലോ, അപ്പോൾ അവർ പഴയ ടയർ എടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൽ പലപ്പോഴും 2-3 ഫ്രണ്ട്സ് ഇങ്ങനെ ഈ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ട്. അതായത് അവരെടുത്ത വണ്ടി 2019 ആണെങ്കിലും അതിന് മുൻപുള്ള, അതായത് 2-3 കൊല്ലം മുൻപുള്ള ടയർ ഇടുക. അതായത് ഒരു ടയറിന് ഒരു മാക്സിമം നമ്മളുടെ ആ റബ്ബർ പ്രോപ്പർട്ടി നിലനിൽക്കുന്ന 5 കൊല്ലമാണ്. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ തേയ്മാനം ഉണ്ടാവും, ഷേപ്പ് ഔട്ട് ആവും, അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്താ പറയുക, നമ്മളുടെ വീൽ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വരും. വീൽ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വീൽ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 4 ടയറിനെ അത് ബാധിക്കും, സസ്പെൻഷനെ ഇത് ബാധിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഇതിൽ വരുന്നത് ഇപ്പം അപ്പോളോയുടെ ടയറാണ്. അപ്പോളോ ഇതിൽ അപ്പോളോ അമേസറിൻ്റെ ടയറാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 0417 എന്നുള്ളത്. അപ്പോൾ 2017 ടയർ. 04 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാം മാസം ഏപ്രിൽ മാസത്തിലെ ടയറാണത്. അപ്പം ഈ ടയർ ഏകദേശം ഇപ്പം മാറ്റാനായിട്ടുണ്ട്. 5 കൊല്ലമായി ഈ ടയർ. പക്ഷേ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ ടയറിന് കാര്യമായിട്ടുള്ള തേയ്മാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തേയ്മാനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു നെക്സ്റ്റ് ഇയർ ഒരു കൊല്ലം കൂടിയൊക്കെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ ടയർ ഇങ്ങനെ പൊടിയാൻ തുടങ്ങും, തേയ്മാനം കൂടും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഈ പഴയ ടയർ യൂസ് ചെയ്താലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ 4 ടയറിൻ്റെയും ഇയർ ഓഫ് മാനുഫാക്ചർ നോക്കിയിട്ട് അത് 5 കൊല്ലം പഴക്കമുള്ള ടയർ അല്ലാതെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ പലപ്പോഴും നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി റീപെയിൻ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലപ്പോഴും വണ്ടി റീപെയിൻ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും രാത്രി പോകരുത്. നല്ല വെളിച്ചുള്ള സമയത്ത് നിങ്ങളുടെ വണ്ടി നല്ല വെളിച്ചുള്ള സമയത്ത് പുറത്ത്, അതായത് ഏതെങ്കിലും ഷെയ്ഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാണെങ്കിൽ അവിടുന്ന് പുറത്തെടുത്ത് വണ്ടി പുറത്ത് കൊണ്ടുവന്നിട്ട് നോക്കണം. അത് പെയിന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഡാർക്ക് കളറൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അതായത് നമ്മൾ ഈ ഒരു പാർട്ടാണ് പെയിന്റ് അടിച്ചതെങ്കിൽ ഈ ഒരു പാർട്ട് തമ്മിൽ നല്ല കളർ ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് നിങ്ങൾ ഈ വണ്ടിയുടെ പെയിന്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ ഗ്രാജുവലി ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പാർട്ടിക്കിൾസോ എന്തെങ്കിലും തടസ്സങ്ങളോ നിങ്ങൾക്ക് കൈക്ക് ഒരു എന്താ പറയുക ഒരു നേരിടുകയാണെങ്കിൽ, അധികവും നമ്മളിപ്പോൾ ലോക്കലായിട്ട് പെയിന്റ് അടിച്ചാണെങ്കിൽ ഒരു ബൂത്തിലായിരിക്കില്ല അവർ പെയിന്റ് അടിച്ചിട്ടുണ്ടാവും. ഇനി ബൂത്തിൽ അടിച്ചാൽ തന്നെ ഒരു ബൂത്ത് പെർഫെക്റ്റ് അല്ലെങ്കിൽ കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ റീപെയിന്റ് ചെയ്യുന്ന സർഫസിൽ ഉണ്ടാവും. അത് നമുക്ക് കൈയോട് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വണ്ടി റീപെയിന്റ് ആണ് അല്ലെങ്കിൽ ആ പാർട്ട് റീപെയിന്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വണ്ടി കണ്ട് അത് എത്രത്തോളം, അതായത് കാണാൻ എത്രത്തോളം നല്ലതാണെങ്കിലും നമ്മൾ ഒരിക്കലും വണ്ടിയുടെ ലുക്സ് വെച്ച് ഒരിക്കലും വണ്ടി സെലക്ട് ചെയ്യരുത്. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുക. അതിപ്പോൾ മൾട്ടിപ്പിൾ ടെറൈൻസിൽ ഓടിച്ച് നോക്കണം. അതായത് റോഡ് മുഴുവൻ ഓടിച്ച് നോക്കണം, കുറച്ച് മോശം റോഡ് കൂടി ഓടിച്ച് നോക്കണം. അതായത് നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞ്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ, 50,000 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള റോഡിൽ 50,000 കിലോമീറ്റർ ഒക്കെ ഒരു വണ്ടി ഓടിക്കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ സസ്പെൻഷൻ, അതുപോലെ ലോവർ ആം, പിന്നെ AC ആക്ച്വലി 25,000 കിലോമീറ്റർ ഓടുമ്പം ഓവർഹോൾ ചെയ്യണമെന്നാണ്. അതായത് AC-യുടെ കൂളിംഗ് ഓയിലൊക്കെ ക്ലീൻ ചെയ്യുക, പൈപ്പ്സ് ക്ലീൻ ചെയ്യുക, ഇതിൻ്റെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ഒരു കാര്യം എടുക്കാറില്ല. അപ്പം പൊതുവേ ഇവിടെ കണ്ടുവരുന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു 25-40,000 50,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പം AC-യുടെ കൂളിംഗ് എഫിഷ്യൻസി കുറയും. അപ്പോൾ അതിന് 2-3 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഗ്യാസാണെങ്കിൽ നമുക്ക് റീഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് കോയിൽ ബ്ലോക്ക് ആയിട്ട് നമുക്ക് AC അതായത് തണുപ്പിക്കാനുള്ള ശേഷി നഷ്ടമാവുക. അപ്പം ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാനുള്ളതാണ്. അപ്പം
നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി നോക്കിയിട്ട് അവർ AC ഒക്കെ സർവീസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കൂളിംഗ് ഓയിലൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. കൂളിംഗ് ഓയിൽ റീപ്ലേസ് ചെയ്തൊക്കെ ഒരു വണ്ടിയൊക്കെ ആണെങ്കിൽ പിന്നെയും അങ്ങനത്തെ കാര്യമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ ഒരു അഗെയിൻ ഒരു 40,000 കിലോമീറ്റേഴ്സൊക്കെ പിന്നെ വണ്ടി ഓടും. 40-50,000 കിലോമീറ്റർ ആകുമ്പോൾ പിന്നെയും നമ്മൾ അതായത് കൂളിംഗ് ആ എഫക്റ്റ് കുറയുകയും പിന്നെ നമ്മൾ നോക്കുമ്പം ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനേക്കാളും നല്ലത് ഒരു പക്ഷേ ചിലപ്പം അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ സർവീസ് ചാർജ് എത്രയാണ് നോക്കുക, AC ഓവർഹോളിംഗ് ചാർജ് എത്രയാണ് നോക്കുക. ഓവർഹോളിംഗ് ചാർജസ് അതായത് പാർട്സ് ചാർജിനെക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഓവർഹോൾ ചെയ്യുക. ഇനിയിപ്പം നമ്മളിപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, AC കൂളിംഗ് ഓയിൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ അപ്പം മാറ്റാനുള്ള രീതിയിലാണെങ്കിൽ ആക്ച്വലി ഈ മാരുതിയുടെ കൂളിംഗ് ഓയിലിനൊക്കെ 2,500-3,000 ആ റേഞ്ചേ വരുന്നുള്ളൂ. അത് ഫീസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയും സജസ്റ്റ് ചെയ്യാം, ആ ഒരു രീതിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആൻഡ് പിന്നെ നമ്മൾ കണ്ടുവരുന്നത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ ആൻഡ് ലോവർ ആം. ഈ സസ്പെൻഷനും ലോവർ ആമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഒരു 50,000-ൻ്റെയും ഒരു 60,000 അല്ലെങ്കിൽ 70,000 ഇടയ്ക്കൊക്കെ നമ്മളുടെ കേരളത്തിൽ ഓടുന്ന വണ്ടികൾക്കൊക്കെ ഈ സസ്പെൻഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിപ്പം നമ്മളുടെ കേരളത്തിലെ വളരെ മികച്ച റോഡുകളായതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ നോർമലി ഒരു ഗട്ടറുള്ള വഴി കൂടി വണ്ടി പോവുകയാണെങ്കിൽ ബാക്കിൽ നിങ്ങൾക്ക് ഒരു സൗണ്ടോ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ബാക്കത്തെ സസ്പെൻഷൻ്റെ കംപ്ലൈൻ്റ് ആണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ടയർ ഒരു പ്രത്യേക രീതിയിലാണ് തേയ്മാനം സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം അത് അലൈൻമെൻറ്റ് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇത് രണ്ടും കൊണ്ടും പ്രശ്നം മാറുന്നില്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അത് നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ലോവർ ആം ബുഷസ്. നമുക്ക് ലോവർ ആം ബുഷസ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ലോവർ ആം ഒന്നായിട്ട് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലോവർ ആം ബുഷസ് മാറ്റുമ്പം ഏകദേശം 2-3 ബുഷസാണ് വരുന്നത്. 3 ബുഷസിന് ഏകദേശം 700 രൂപ ലേറ്റ് കൊണ്ട് ചെയ്യിക്കണം. ആൻഡ് ലോവർ ആം ഫുള്ളി റീപ്ലേസ് ആണെങ്കിൽ 1,200-1,400 പ്ലസ് ലേബർ ചാർജ് ആണ് നോർമലി മാരുതി കാറുകൾക്ക് വരാറുള്ളത്. അപ്പം നിങ്ങൾ ആ ഒരു പ്രൈസും അതായത് ഹോൾ സസ്പെൻഷൻ റീബിൽഡിന്റെ ഒരു എമൗണ്ട് നിങ്ങളൊരു 50,000 അല്ലെങ്കിൽ ഒരു 40,000 കിലോമീറ്ററിന്റെ മുകളിൽ ഓടിയിട്ടുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾ അതും കൂടി കരുതണം. എല്ലാ വണ്ടികൾക്കും ഈ ഒരു കിലോമീറ്റർ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നല്ല, പക്ഷേ അതായത് മെജോറിറ്റി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അതായത് സസ്പെൻഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾ ഒരു 20,000 ഒരു ബാർ ഇട്ടിട്ട് ലൈക്ക് നിങ്ങളൊരു വണ്ടി അസസ് ചെയ്യുമ്പം ആ ഒരു 20,000 പ്ലസ് 20,000 കൂടി നിങ്ങൾ ആ വണ്ടിയുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ അതിൻ്റെ പ്രൈസ് പറയേണ്ടത്. അതായത് ഞാൻ പറഞ്ഞു AC കൂളിംഗ് ഓയിൽ, സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലോവർ ആം, ബാക്ക് സസ്പെൻഷൻ, ഫ്രണ്ട് സസ്പെൻഷൻ ഇതൊക്കെ വരും. ഫ്രണ്ട് സസ്പെൻഷൻ സ്ട്രട്ടിന് ഏകദേശം ഒരു 1,800 രൂപ അല്ലെങ്കിൽ 1,800-2,500 ഇടയ്ക്കാണ് വരുന്നത്. എനിക്ക് ഓയിൽ സ്പ്രിങ് എല്ലാം കംപ്ലീറ്റ് മാറ്റുകയാണെങ്കിൽ അതിനും കൂടിയുള്ള ഒരു ക്യാഷ് അതിനും കൂടിയുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് റിട്ടേൺ വരുന്നുണ്ടോ എന്നാണ്. സ്റ്റിയറിംഗ് അത് റിട്ടേൺ വരുന്നില്ലെങ്കിൽ നമ്മളുടെ മോട്ടറിനോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്റ്റിയറിംഗ് അസംബ്ലിക്കോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇതിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് റോഡിലാണ് പോകുന്നത്. സ്ട്രെയിറ്റ് റോഡിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, സ്റ്റിയറിംഗിന് തീരെ ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല, എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഗട്ട് റോഡ് കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ഒരു ഗട്ട് റോഡ് നമ്മൾ കാണുന്നുണ്ട്, ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ഈ ഒരു സ്റ്റിയറിംഗിൽ ചെറിയൊരു അടി ഒരു എന്താ പറയുക നിങ്ങൾക്ക് കയ്യിലേക്ക് ഒരു ഇമ്പാക്ട് തരുന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. അത് നല്ല റോഡിനതില്ല. നമ്മൾ ഗട്ടർ റോഡ് എടുക്കുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റിയറിംഗ് വൈബ്രേഷൻ ഉണ്ടാവും, ചെറിയൊരു നോയ്സും ഉണ്ടാവും. അപ്പം ആ ഒരു നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് അസംബ്ലി ഊരി അത് സർവീസ് സെന്ററിൽ ഓതറൈസ് സർവീസ് സെന്ററിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഫുൾ അസംബ്ലി മാറ്റാനാണ് പറയുക. ഫുൾ അസംബ്ലി ഒക്കെ മാറ്റുമ്പോഴേക്കും അതിപ്പം മാരുതി നമ്മൾ ചീപ്പാണെന്നൊക്കെ പറയുമെങ്കിലും ഫുൾ അസംബ്ലി റിറ്റ്സിന്റെ ഒക്കെ ഫുൾ അസംബ്ലി മാറ്റുമ്പോഴേക്കും ഏകദേശം 25,000 റുപ്പീസ് ആവും. അപ്പോൾ ഏത് വണ്ടിയുടെ ഫുൾ അസംബ്ലി മാറ്റുകയാണെങ്കിലും ആ ഒരു ചാർജിന്റെ മുകളിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ലോക്കലി ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഫീസിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പം സ്റ്റിയറിംഗും തുടങ്ങിയ കാര്യങ്ങളിലൊന്നും, അതായത് സ്റ്റിയറിംഗ് റിട്ടേൺ ഉണ്ട് ആൻഡ് ഇങ്ങനത്തെ അടിയും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഈ ഒരു നോയ്സ് വെച്ച് വണ്ടി ഓടിക്കുന്നത് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ആ കംപ്ലൈന്റ് കൊണ്ട് നമുക്ക് അങ്ങനെ ദോഷങ്ങളൊന്നും വരില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ ഒരു വണ്ടിക്ക് ഒരു സ്മൂത്ത്നെസ് തോന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഇഷ്യൂ വരുന്നുള്ളൂ. വേറെ മൈലേജിനെയോ അല്ലെങ്കിൽ പെർഫോമൻസിനോ ഒന്നും അത് ബാധിക്കില്ല. നമ്മൾ ഒരു വണ്ടി വാങ്ങുമ്പം അത് നമുക്ക് എല്ലാ രീതിയിലും നല്ലതായിരിക്കണം എന്നുള്ളൊരു ചിന്ത, ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം.
ആൻഡ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ക്ലച്ച് നമ്മൾ ഇപ്പം സിറ്റി ഡ്രൈവിംഗ് കൂടുതലുള്ള ഒരു വണ്ടിയാണെങ്കിൽ ക്ലച്ചിന്റെ ലൈഫ് ഇപ്പൊ കുറയും. അതായത് ചിലർക്ക് 25,000 ക്ലച്ച് മാറ്റിയവരുണ്ട്, 40,000 ക്ലച്ച് മാറ്റിയവരുണ്ട്, 60,000 ക്ലച്ച് മാറ്റിയവരുണ്ട്, 1,00,000 ക്ലച്ച് മാറ്റിയവരുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനനുസരിച്ചിരിക്കും. ഇപ്പം പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡോക്ടേഴ്സിന്റെ വണ്ടിക്ക് ഭയങ്കര മാർക്കറ്റുള്ളതാണ്. അത് ഡോക്ടേഴ്സിന്റെ വണ്ടി അല്ലെങ്കിൽ ഇന്നയാൾ യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നതിൽ എന്താ പറയാ, അതിലൊരു അർത്ഥമല്ല. കാരണം വണ്ടി ഓരോരുത്തരുടെയും ഡ്രൈവിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ ഡോക്ടർ ചിലപ്പോൾ ഡോക്ടർ നല്ല ഡോക്ടർ ആയതുകൊണ്ട് വണ്ടി നന്നായിട്ട് ഓടിക്കാം എന്നില്ല. അയാൾ വണ്ടി മോശമായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം അതിന്റെ പല രീതിയിലും പല പാർട്സിനെയും ബാധിക്കും. ഇപ്പൊ മോശമായിട്ടാണ് വണ്ടി ഓടിച്ചിട്ടുള്ളതെങ്കിൽ ക്ലച്ചിനെ ബാധിക്കാം, പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ ബാക്കിയുള്ള പാർട്സിനെ ബാധിക്കാം. അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പം ക്ലച്ച് കുറച്ച് ഹാർഡാണെങ്കിൽ, അതായത് ക്ലച്ച് ചവിട്ടുമ്പോൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ക്ലച്ച് വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് പമ്മും, എന്നിട്ട് അതായത് ഒന്ന് സ്റ്റക്കാവും, പിന്നെ ഒന്ന് സ്പീഡ് അറ്റൈൻ ചെയ്യും തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ്. അതായത് കയറ്റം കയറാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ് ഈ മോശം ക്ലച്ചിന്റെ ലക്ഷണങ്ങൾ. അപ്പം നിങ്ങളിപ്പോ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിട്ട് ഒരു കയറ്റമൊക്കെ കയറ്റി നോക്കുക. AC ഇടുമ്പോൾ വണ്ടി വലിയുന്നുണ്ടോ? 4 സിലിണ്ടർ എഞ്ചിന് AC ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വലിച്ചിന് കുറവ് വരികയാണെന്ന് പാടില്ല. ആൻഡ് ക്ലച്ച് ചവിട്ടുമ്പോൾ ഹാർഡാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ നോക്കുക. ആൻഡ് നമ്മളിപ്പം വണ്ടി ഓൺ ആക്കിയിട്ട് ഐഡിലെങ്കിലും ക്ലച്ച് ചവിട്ടുമ്പോൾ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ നോക്കുക. ഇപ്പം ഈ ഒരു വണ്ടിയുടെ ക്ലച്ച് ഏകദേശം 41,000 കിലോമീറ്റേഴ്സിൽ മാറ്റിയതാണ്. ഇതിപ്പം ഓടിയിട്ടുള്ളത് 69,000 ആണ്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് വണ്ടി സ്റ്റാർട്ടാക്കി ന്യൂട്രലിലെ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഈ എഞ്ചിന്റെ അകത്തൊരു സൗണ്ട് വരുന്നുണ്ട്. അത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബെയറിങ്, അതായത് വീൽ ബെയറിംഗ് അല്ല, ക്ലച്ചിന്റെ ബെയറിംഗ് പോയതാണ്. അപ്പൊ ക്ലച്ചിന്റെ ബെയറിംഗ് മാറ്റണമെങ്കിൽ നമ്മൾ ക്ലച്ച് അസംബ്ലി ഫുൾ അഴിക്കാനും അതുപോലെ ക്ലച്ച് ഡിസ്ക് മാറ്റാനും നമ്മൾ സെയിം പണിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് വേറെ ദോഷവും കാര്യങ്ങളും വരുന്നില്ല. പക്ഷെ നമുക്ക് ക്ലച്ച് പെഡല് കുറച്ച് ടൈറ്റാണ് ആൻഡ് ആ ഒരു സൗണ്ടും വരും. അപ്പൊ നമ്മളിപ്പം ഒരു വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ക്ലച്ചിന്റെ വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ക്ലച്ചിന്റെ പ്രഷർ പ്ലേറ്റ്, കവറ്, ബിയറിങ് ആൻഡ് നമ്മളുടെ വീലിന്, അതായത് ഫ്ലൈ വീലിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഓരോ പ്രാവശ്യം ഓരോ ചെറിയ പാർട്സ് മാറ്റുകയാണെങ്കിൽ ഫിനാൻഷ്യലി അത് അത്ര നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കില്ല. സാധാരണ നമ്മൾ ഡെയിലി ലോങ് ഡ്രൈവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതായത് സിറ്റി ഡ്രൈവ് കുറവായിട്ടുള്ള വണ്ടികൾക്ക് അത്യാവശ്യം നല്ല ക്ലച്ച് ലൈഫ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ സിറ്റി കൂടി കുറച്ചും കൂടി എന്താ പറയാ, സിറ്റിയിൽ കുറച്ചുകൂടി കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടികൾക്ക് ക്ലച്ച് ലൈഫ് കുറയാറുണ്ട്. അപ്പൊ അത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ മൂവിങ് ട്രാഫിക് ആയിരിക്കും. സ്ലോ മൂവിങ് ട്രാഫിക് നമ്മളെ ക്ലച്ചിനെ വല്ലാതെ എഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ക്ലച്ചിന് നോർമലി ഒരു ഡീസൽ ആണെങ്കിൽ നമ്മൾ 12,000 ആ റേഞ്ച് കാണണം. പെട്രോൾ ആണെങ്കിൽ ഒരു 10K ഉള്ളിലാണ് കാണുന്നത്. അതിപ്പം മാരുതി ഹുണ്ടായിക്കൊക്കെ ഏകദേശം, മാരുതിയുടെ കുറച്ചുകൂടി ചീപ്പർ ആണെങ്കിലും ഹുണ്ടായി മാരുതി തമ്മിൽ ഏകദേശം 2,000-3,000 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പം ഈ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.